പത്തനംതിട്ട ആറന്മുളയിൽ മരിച്ചയാളുടെ പേരിൽ കള്ളവോട്ട് നടത്തിയെന്ന് പരാതി. വാർഡ് മെമ്പറും BLOയും ഒത്തുകളിച്ചെന്ന് LDF ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. സുജു ടി ബാബു കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുജു, ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്താണ്? പത്തനംതിട്ട ആറന്മുള മെഴുവേലിലാണ് ഇപ്പോൾ സംഭവം നടന്നിരിക്കുന്ന. LDF ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരിക്കുന്നു. ജില്ലാ കളക്ടർ BLO അമ്പിളിയെ ഉൾപ്പെടെയുള്ളവരെ വിളിച്ച് ഹിയറിംഗ് നടത്തിയിരിക്കുകയാണ്. അല്പസമയത്ത് നിന്ന് എന്താണ് വരണാധികാരിയുടെ ഭാഗത്തുനിന്ന് നടപടി എന്നറിയാം. നമ്മോടൊപ്പം ഇപ്പോൾ പരാതി നൽകിയവരൊപ്പം LDF നേതാക്കൾ ചേരുന്നുണ്ട്. ആദ്യം പരാതി നൽകിയ ജയ അല്ലേ, ബൂത്ത് സെക്രട്ടറി LDFന്റെ, എന്താണ് സംഭവിച്ചത്? അവിടെ മരിച്ച ആളിൻ്റെ പേരിൽ വോട്ട് ചെയ്തു. ജീവിച്ചിരിക്കുന്ന രണ്ടുപേരുടെയും പേര് അന്നമ്മയെന്നാണ്. ജീവിച്ചിരിക്കുന്ന അന്നമ്മയാണ് വോട്ട് ചെയ്തത്. 85 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള വോട്ടായിരുന്നു. അത് ചെയ്തിരിക്കുന്നത് 66 വയസ്സുള്ള അന്നമ്മയാണ്. ക്രമ നമ്പർ അന്നമ്മയുടേത് 874, ചെയ്ത ആളിൻ്റെ ക്രമ നമ്പർ 876. അതായത് കാവ്യ, ഈ കാണുന്ന ഇതാണ് ക്രമ നമ്പർ 874. അന്നമ്മ ഇത് 80 വയസ്സിന് മുകളിലുള്ള വ്യക്തിയാണ്. മരണപ്പെട്ട അന്നമ്മ, അതുപോലെ തന്നെ അതേ വീട്ടിൽ തന്നെ താമസിക്കുന്ന അന്നമ്മ മാത്യു, സ്ത്രീ. അന്നമ്മയ്ക്ക് 876. എത്ര വയസ്സാണ്? 65 വയസ്സുള്ള അന്നമ്മ മരണപ്പെട്ട അന്നമ്മയുടെ പേരിൽ വോട്ട് ചെയ്തു എന്നാണ് LDFന്റെ ആരോപണം. അല്പസമയം മുമ്പ് ഈ വോട്ട് ചെയ്യാനെത്തിയ BLOയും ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. BLO പറയുന്നത് ഈ വോട്ട് മാറിപ്പോയെന്നും അത് സംഭവം സ്ഥിരീകരിക്കുന്നുണ്ട്. BLO പറയുന്ന കാരണം ഇതാണ്: അന്നമ്മ ഈ വോട്ട് ചെയ്ത അന്നമ്മയും കിടപ്പ് രോഗിയാണെന്നും അതുകൊണ്ട് തന്നെ ടോൾ ഡിഫോമ വയ്യാതിരിക്കുന്ന ആളെന്ന് കരുതിക്കൊണ്ട് മരിച്ചുപോയ ആളുടെ പേരിൽ അറിയാതെ അബദ്ധം പറ്റിയാണ് മരിച്ച ആളുടെ പേരിൽ ഈ 65 വയസ്സുകാരി എന്ന് കരുതിയാണ് 93 വയസ്സുകാരുടെ പേരിൽ ഫോം പൂരിപ്പിക്കുകയും പിന്നീട് ഇന്നലെ വോട്ട് ചെയ്തതും 93 വയസ്സുകാരുടെ പേരിൽ അബദ്ധത്തിൽ ചെയ്തു എന്നാണ് BLO അമ്പിളി പറയുന്നത്. എന്നാൽ LDF പറയുന്നത് ഇത് അബദ്ധം പറ്റിയതല്ല, പകരം ബോധപൂർവം UDF അനുകൂല പ്രവർത്തകയായ അല്ലെങ്കിൽ UDF അനുകൂല നിലപാടുള്ള BLO നടത്തിയ ഒരു കള്ളവോട്ടാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് LDFന്റെ ആരോപണം. അത് LDF നേതാക്കളോട് ചോദിക്കാനാണ്. തീർച്ചയായും ഇത് വ്യാജ വോട്ട് ചെയ്തിരിക്കുകയാണ്. കേരളത്തിലെ സമീപകാലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാം UDFൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ എല്ലാ കാര്യങ്ങളും സ്വീകരിക്കുന്ന വ്യാജ വോട്ടിലൂടെ വ്യാജരേഖകൾ ചമച്ച് അധികാരത്തിലെത്താനുള്ള കുറുക്കുവഴികൾ ആലോചിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മെഴുവേലി കാര്യത്തോട്ടിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി നടന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും നമുക്ക് ജനാധിപത്യ സംവിധാനത്തിൽ അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ലിത്. BLOയും ഒരു ഇടതുപക്ഷ അനുകൂലി എന്നൊക്കെ പറയുന്നു. ഒരിക്കലുമല്ല. ഇടതുപക്ഷ അനുഭാവിയോ പ്രവർത്തകയോ ഒന്നും തന്നെയല്ല. ആ പ്രദേശത്തെ UDFൻ്റെ എല്ലാ തെരഞ്ഞെടുപ്പിലും UDFന് വേണ്ടി സജീവമായി രംഗത്തിറങ്ങിയും UDFൻ്റെ പ്രവർത്തകയായി പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ്. അംഗൻവാടി വർക്കർ കൂടിയായിട്ടുള്ള BLOയ്ക്ക് ആ പ്രദേശത്തെ എല്ലാ വോട്ടർമാരെയും നേരിട്ടറിയാം. വളരെ ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ്. ആരോപണമല്ല, സംഭവം ഇപ്പോൾ BLO അംഗീകരിക്കുന്നുണ്ട്. വോട്ട് മാറിപ്പോയിട്ടുണ്ട്. 93 വയസ്സുള്ള വയോധികയുടെ വോട്ടാണ് 65 വയസ്സുള്ള അന്നമ്മ ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, അന്നമ്മ കിടപ്പ് രോഗിയാണ് BLO പറയണം. അതും ചോദിക്കാം. സ്ഥലത്തെ മുൻ പഞ്ചായത്ത് മെമ്പർ കൂടിയാണ്. ഈ 65 വയസ്സുള്ള അന്നമ്മ കിടപ്പ് രോഗിയാണ്. അന്നമ്മ ഒരിക്കലും കിടപ്പ് രോഗിയല്ല. അന്നമ്മയ്ക്ക് ഒരു കുഴപ്പവും ഇല്ലാത്ത നല്ല ആരോഗ്യവതിയായിട്ടിരിക്കുന്ന ആൾ തന്നെയാണ്. ഈ 95 വയസ്സുള്ള അന്നമ്മ ഞാൻ പഞ്ചായത്ത് മെമ്പറായതിനു ശേഷം 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് മരിച്ചിരിക്കുന്നത്. ഞാനാണ് അതിൽ സാക്ഷിപത്രം, മെമ്പർ എന്ന നിലയിൽ സാക്ഷിപത്രം ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ അന്നമ്മ സാധാരണ ഒരു BLO വീട്ടിൽ വന്ന് വോട്ട് ചെയ്യാനും ബാലറ്റ് പേപ്പർ നമ്മൾ ആവശ്യപ്പെടുമ്പോൾ ഈ ആളിൻ്റെ വോട്ട് ചെയ്യുന്ന ആളിൻ്റെ സൈൻ വേണം. ഞാൻ വയ്യാത്ത ആളാണെന്നും എനിക്ക് വീട്ടിൽ വോട്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഈ 85 വയസ്സ് കഴിഞ്ഞുള്ളവരുടെ സൈൻ വേണം. അത് ആരിട്ടു, അത് ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റത്തുള്ളൂ. റിക്വസ്റ്റ് കൊടുത്തെങ്കിൽ മാത്രമല്ല, അപേക്ഷ കൊടുത്തപ്പോൾ മുതലുള്ള ഗൂഢാലോചന. സാധാരണ ഒരു BLO ഈ വോട്ടിന് വേണ്ടി 3 പ്രാവശ്യം അവരുടെ വീടുകളിൽ പോകേണ്ടതുണ്ട്. ഈ BLO ഈ 3 പ്രാവശ്യം പോയപ്പോഴും ഈ വ്യക്തമായിട്ട് നമുക്ക് ഈ വോട്ട് ലിസ്റ്റ് നോക്കിയാൽ തന്നെ രണ്ടുപേരെയും പരസ്പരം വ്യത്യാസങ്ങൾ അറിയാം. അമ്മായിയമ്മയും മരുമകളുമാണ്. പ്രായത്തിൻ്റെ വ്യത്യാസം നന്നായുണ്ട്. 6 വർഷം മുമ്പേ ഈ അമ്മച്ചി ഞാൻ വോട്ട് അഭ്യർത്ഥിക്കാൻ ചെല്ലുമ്പോൾ തന്നെ, എൻ്റെ വോട്ടിന് 2015 ഞാൻ അഭ്യർത്ഥിക്കാൻ ചെല്ലുമ്പോൾ തന്നെ ഈ അമ്മച്ചി തീരെ അവശതയായി കിടപ്പിലായ ഒരു അമ്മച്ചിയാണ്. ആ അമ്മച്ചി 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അമ്മച്ചി മരിച്ചു.
കാവ്യ വളരെ വ്യക്തമാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ രണ്ട് അന്നമ്മമാരുടെയും ദൃശ്യങ്ങൾ പരിശോധിക്കുക, ക്രമ നമ്പർ കാണാൻ സാധിക്കുന്നതാണ്. ഈ വോട്ട് ചെയ്യാൻ എത്തിയ ഉദ്യോഗസ്ഥർക്ക് അങ്ങനെയുണ്ടെങ്കിൽ വലിയ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം ഈ അന്നമ്മയുടെ അതായത് ക്രമ നമ്പർ പരിശോധിക്കുമ്പോൾ തന്നെ അതിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിലുള്ള ഈ ഫോട്ടോ കോപ്പി പോലും വളരെ കൃത്യമാണ്. രണ്ടുപേരുടെയും പ്രായ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലും പരിശോധിച്ചില്ല എന്നാണ് ഇപ്പോൾ BLO അമ്പിളി അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അങ്ങനെയെങ്കിൽ വളരെ സംശയം ജനിപ്പിക്കുന്നത് തന്നെയാണ് ഇത് ആണ് കാവ്യ. പത്തനംതിട്ട ആറന്മുളയിൽ ഈ നിലയ്ക്ക് കള്ളവോട്ട് നടന്നു എന്നതാണ് ഇപ്പോൾ LDF ബോധിപ്പിക്കുന്ന പരാതി. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് സുജു ടി ബാബു നൽകിയത്.